വാട്സപ്പ് ഗായ്സ്, ദിസ് ഇസ് ആനങ്കോട്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പം ഞാൻ നിൽക്കുന്നത് ഇന്ന് യാത്രയല്ല, ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ മതത്തിൻ്റെ സ്വന്തം നാട്. അതിൽ ഞാൻ ഇപ്പം നിൽക്കുന്നത് പത്മനാഭൻ്റെ സ്വന്തം മണ്ണായ തിരുവനന്തപുരത്ത്. ഇന്നലത്തെ ആഴിമലയുടെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഞാൻ ദൈവവിശ്വാസത്തിനെതിരല്ല, ദൈവം എന്നുള്ള കൺസെപ്റ്റിന് ഞാൻ എതിരല്ല. ആർക്കും ദ്രോഹം ചെയ്യുന്ന ഒരു പരിപാടിയല്ല ദൈവവിശ്വാസം എന്ന് പറഞ്ഞാൽ. പക്ഷേ മതവിശ്വാസം മറ്റുള്ളവർക്ക് ദോഷമാണ്. പക്ഷേ ഈ ദൈവവിശ്വാസികളെന്ന് പറയുന്നവർ മിക്കവരും ഒരു 90% ആൾക്കാർ മതവിശ്വാസികളാണ്. അതെന്താണെന്നുള്ളത് ഞാൻ അടുത്ത ലൊക്കേഷനിൽ പോയിട്ട് പറയാം. ഒരുപാട് പേര് പറയും പത്മനാഭൻ്റെ മണ്ണാണ്, ഇവിടെ അങ്ങനെ വെള്ളപ്പൊക്കവും പ്രളയമൊന്നും വരില്ല, പത്മനാഭൻ രക്ഷിക്കും എന്നൊക്കെ പറയാറുണ്ട്. ആരാണ് ആ പത്മനാഭൻ? 24 മണിക്കൂറും ഹൈ സെക്യൂരിറ്റിയും CCTV ഒക്കെ ആയിട്ടിരിക്കുന്ന ഇയാൾ. അത് നിങ്ങളെ രക്ഷിക്കും. ഇങ്ങനെ പുറത്തു വന്നിരുന്ന് വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചല്ല, എന്തായാലും ഒന്ന് പുറത്തിറങ്ങി അതൊക്കെ കാണിച്ചിട്ടൊന്ന് സംസാരിക്കാമെന്ന് വെച്ചു. അടുത്തൊരു ലൊക്കേഷനിലോട്ട് പോകാറുണ്ട്, അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ ഈ ലൊക്കേഷനിൽ നമ്മൾ ഇതാണ് 3ാമത്തെ സ്പോട്ട്. ഇവിടെ ഒരു കോവിലുണ്ട്, പള്ളിയുണ്ട്, അപ്പുറത്തൊരു ചർച്ചുണ്ട്. നമ്മൾ പാളയം ജംഗ്ഷനാണ്. ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കേൾക്കാൻ പറ്റില്ല. ഞാൻ വീട്ടിൽ പോയിട്ട് ഒന്ന് സംസാരിക്കാം. ബാക്കി ഒന്ന് പറയാം, ഇതൊരിക്കലും ഒരു മതസൗഹാർദ്ദമല്ല, ഒരു സെക്യുലർ ബിസിനസ്സാണ്. അപ്പോൾ ഞാൻ വീട്ടിലെത്തി, അവിടെ നിന്ന് സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ സെക്യുലർ ബിസിനസ് എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം, എല്ലാവരും കൂടെ അടിപിടിയൊന്നുമില്ലാതെ ഈക്വലായിട്ട് ബിസിനസ് നടത്തുന്ന ഒരു സ്ഥലം, അതാണ് കേരളം. എല്ലാ മതങ്ങളും ഒരുപോലെ വിശ്വാസികളെ പറ്റിച്ച് പൈസ ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ് കേരളം. എല്ലാ മതങ്ങൾ ഈക്വലായിട്ട് ക്യാഷ് ഉണ്ടാക്കുന്നുണ്ട്. എല്ലാ മതത്തിനും നല്ല വളർച്ചയാണ്. അതാണ് സെക്യുലർ ബിസിനസ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. ആ പാളയത്ത് 3 എണ്ണമുണ്ട്. ആ പാളയത്ത് ഒരേ സ്ഥലത്ത് തന്നെ ഈ പലരും റീൽസ് ഇടുന്ന ഒരു സ്ഥലമാണ് ആ പാളയത്തുള്ള 3 എണ്ണം. ഗണപതി കോവിൽ, മുസ്ലിം പള്ളി, ചർച്ച്. ഈ 3ഉം എല്ലാവരും മറ്റേ മതസൗഹാർദ്ദം, ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ പറഞ്ഞ് സ്റ്റോറി സ്റ്റാറ്റസൊക്കെ ഇടുന്നതാണ്. പക്ഷേ അതിൻ്റെ സത്യാവസ്ഥ എന്താണ്? നിങ്ങളൊക്കെ ശരിക്കും ദൈവവിശ്വാസിയാണെങ്കിൽ ആ ഗണപതി കോവിൽ തൊഴുതിറങ്ങിയ ഉടനെ തന്നെ മുസ്ലിം പള്ളിയിൽ കയറി തൊഴണം. അത് കഴിഞ്ഞ് ആ ചർച്ചിലും കയറി തൊഴണം. അതുപോലെ തന്നെ തിരിച്ച് പള്ളിയിൽ പോയവർ അമ്പലത്തിലും ചർച്ചിലും പോകണം. അത് നിങ്ങളെ കൊണ്ട് പറ്റുമോ? എങ്കിൽ ഞാൻ അംഗീകരിച്ച് തരാം നിങ്ങളൊക്കെ ദൈവവിശ്വാസികളാണ്. പക്ഷെ അല്ല, നിങ്ങളാരും ദൈവവിശ്വാസികളല്ല. നിങ്ങളൊക്കെ മറ്റുള്ള മതത്തിലെ ദൈവങ്ങളൊക്കെ തെറ്റാണെന്ന് വിശ്വസിക്കുന്നവരാണ്. നിങ്ങളുടെ മതത്തിലെ ദൈവങ്ങൾ മാത്രമേ നിങ്ങൾ പ്രാർത്ഥിക്കൂ. മറ്റുള്ള മതങ്ങളിലെ ദൈവങ്ങൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല. നിങ്ങൾ പ്രാർത്ഥിക്കാതിരിക്കുന്നതിന് തന്നെ അർത്ഥം നിങ്ങൾ മതവിശ്വാസിയാണ്. പിന്നെ ഈ മതസൗഹാർദ്ദമൊക്കെ തീരുന്നൊരു സ്ഥലമുണ്ട്. അവിടുത്തെ ഉസ്താദിൻ്റെ മോളെ ഇപ്പുറത്തെ അമ്പലത്തിലെ പൂജാരിയുടെ മോനെന്ന് പ്രേമിച്ചാൽ മതി, ഈ മതസൗഹാർദ്ദമൊക്കെ അവിടെ നശിക്കും. അന്ന് തീരും ഇവരെ ഈ മതസൗഹാർദ്ദം. മറ്റുള്ള സംസ്ഥാനങ്ങളിലെ നോർത്ത് ഇന്ത്യയൊക്കെ കണ്ടിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ബെറ്ററെന്നേ ഉള്ളൂ. നമ്മളാരും മോശക്കാരൊന്നുമല്ല. ഇപ്പം നിങ്ങളുടെ എല്ലാവരെയും വീട്ടിലത്തെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നിങ്ങൾ മറ്റുള്ള മതക്കാരെ എന്താണ് നിങ്ങളെ വീട്ടിൽ പറയുന്നത് എന്നുള്ളത്. എനിക്ക് പണ്ടൊരു കൂട്ടുകാരുണ്ട്. ഞാൻ സ്കൂളിൽ പഠിച്ച സമയത്ത് 8ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞതാണ്, നിങ്ങളെ ദൈവങ്ങളൊന്നും ഉള്ളതല്ല, അത് നിങ്ങളൊക്കെ ചുമ്മാ ഉണ്ടാക്കിയ കഥകളാണ്. നമ്മളെ ദൈവമാണ് ശരി, ദൈവത്തിന് രൂപമില്ല, നമ്മളെ ദൈവത്തിനെ പോലെയാണ് എന്ന് എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരുത്ത് എൻ്റെ അടുത്ത് വന്ന് അങ്ങനെ സംസാരിക്കണമെങ്കിൽ അവൻ എന്തായിരിക്കും അവൻ്റെ മതം പഠിപ്പിച്ചിട്ടുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കുക. അതുപോലെ തന്നെ ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുള്ളതാണ്. ഈ മുസ്ലിം സുഹൃത്തുക്കൾ അവർ ശബരിമല പോയിട്ട് വന്ന് അരവണ കഴിക്കില്ല. കഴിക്കുന്നവരുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. മെജോറിറ്റി മുസ്ലിംസും ഹിന്ദുക്കൾ കൊണ്ടുവന്ന പ്രസാദം കഴിക്കില്ല. അവരെപ്പോഴും ഒരു മുസ്ലിം ഗ്യാങ്ങിൻ്റെ ആയിരിക്കും നടക്കുന്നത്. ഞാൻ ഭൂരിഭാഗമാണ് പറഞ്ഞത്, എല്ലാ മുസ്ലിംസിനല്ല. എനിക്കും മുസ്ലിം സുഹൃത്തുക്കളുണ്ട്. എൻ്റെ അടുത്ത് മിണ്ടുന്ന, എൻ്റെ കൂടെ നടക്കുന്ന മുസ്ലിം സുഹൃത്തുക്കൾ എനിക്കും ഉണ്ടായിട്ടുണ്ട്.
പക്ഷെ ഞാൻ മെജോറിറ്റിയുടെ ആൾക്കാരുടെ കാര്യമാണ് പറഞ്ഞത്. പിന്നെ ഏറ്റവും കൂടുതൽ നിരീശ്വരവാദികളും യുക്തിബോധമുള്ളവരും ഹിന്ദുമത കുടുംബത്തിൽ നിന്ന് വന്നവരായിരിക്കും. കാരണം ഹിന്ദുമത കുടുംബങ്ങളിൽ അങ്ങനെ മതം പഠിപ്പിക്കാനായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ വീട്ടിൽ കുറച്ചൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ എല്ലാ വീടുകളിലും രാമായണവും ഭഗവത്ഗീതയൊന്നും വായിച്ചല്ല പിള്ളേർ വളരുന്നത്. അതുകൊണ്ടാവാം ഹിന്ദുക്കളിൽ നിരീശ്വരവാദികൾ കൂടുതലുള്ളത്. ബാക്കിയുള്ള ക്രിസ്ത്യൻസിനെ എടുത്താലും അവർക്ക് സൺഡേ ക്ലാസ് ഉണ്ട്. മുസ്ലിംസ് എടുത്തു കഴിഞ്ഞാൽ എല്ലാ വെള്ളിയാഴ്ചയും പോവും. അവർ മതപഠനമുണ്ട്, അവരെല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നവരാണ്. ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്നവർ മാത്രമാണ് എപ്പോഴെങ്കിലുമൊക്കെ പോവും എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ്. ബാക്കി എല്ലാവരും സ്ഥിരമായിട്ട് ആരാധനാലയങ്ങളിൽ പോകുന്നവരാണ്. അവർക്ക് അതിൻ്റേതായ ഒരു മതഭ്രാന്ത് അവരുടെ ഉള്ളിലുണ്ടാവും. ഹിന്ദുക്കളൊക്കെ വേണമെങ്കിൽ പോവും, എന്തെങ്കിലും ആവശ്യം വരുമ്പം പോകുന്ന ടീംസാണ് ഹിന്ദുക്കൾ. അത് മെജോറിറ്റിയാണ് ഞാൻ പറഞ്ഞത്. സ്ഥിരമായിട്ട് പോകുന്നവരുണ്ട്, പക്ഷേ മെജോറിറ്റി ആൾക്കാരും എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുമ്പോഴോ എന്തെങ്കിലും കാര്യം നേടാനോ മാത്രമാണ് പോകുന്നത്. ഇതാണ് സത്യാവസ്ഥ. ബിസിനസ്സിനെ കുറിച്ച് പറയാം. ഞാൻ ഇന്നലെ പോയി ആഴിമലയുടെ കാര്യം അതാണ് പറഞ്ഞത്. ഇപ്പം ഈ അമ്പലങ്ങളൊക്കെ ടൂറിസ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടാണ് നടത്തുന്നത്. കാരണം ടൂറിസ്റ്റുകളെ ആകർഷിച്ച് അവരുടെ പൈസയും വാങ്ങി ഇവിടെ ഉള്ളവരെ പൈസയും വാങ്ങി എങ്ങനെ കാശുണ്ടാക്കാം എന്നാണ് ഇവരൊക്കെ ആലോചിക്കുന്നത്. മെയിൻ എക്സാമ്പിൾ 1 ആഴിമല, 2 പത്മനാഭസ്വാമി ക്ഷേത്രം, 3 ആറ്റുകാൽ. ഇത് ഞാൻ തിരുവനന്തപുരം ആയതുകൊണ്ട് പറഞ്ഞതാണ്. ഇതിനപ്പുറം പിന്നെയുണ്ട് ഗുരുവായൂർ, ശബരിമല. വൻ ബിസിനസ്സാണ് ഇതൊക്കെ കൊണ്ട് നടത്തുന്നത്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ശരിക്കും ദൈവം ഉണ്ടെന്ന് വെച്ചോ? നിങ്ങളെ പൂജാരിമാരും പള്ളിയിലെ ഉസ്താദുമാരും ഈ പള്ളിയിലെ അച്ഛന്മാരും ഒക്കെ എന്തിനാണ് നിൽക്കുന്ന? ദൈവം ഉണ്ടെങ്കിൽ പോട്ടെ, അവർ നിങ്ങൾക്ക് വേണ്ടി പൂജ ചെയ്യാൻ നിൽക്കുന്നതെന്നാവട്ടെ. ഇപ്പം ദൈവത്തിന് ഇഷ്ടമുള്ള ഒരാൾ, ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാൾ എന്തിനാണ് കാശ് വാങ്ങിയിട്ട് അത് ചെയ്യുന്നത്? നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അടുത്ത് ഡയറക്റ്റായിട്ട് പറഞ്ഞാൽ പോരെ? അല്ല, ഇപ്പോൾ അവർക്ക് സഹായിക്കണമെന്നുണ്ടെങ്കിൽ അതൊരു പുണ്യപ്രവൃത്തിയായിട്ട് കണ്ടുകൂടെ? ഈ പൂജ ചെയ്യുന്നതൊക്കെ ഒരു പുണ്യപ്രവൃത്തിയായിട്ട് കണ്ടുകൂടെ? എന്തിനാണ് അവർ കാശ് വാങ്ങി ചെയ്യുന്നത്? നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് അറിഞ്ഞുകൂടാ, പൂജാരിമാരാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ക്യാഷ് ഉണ്ടാക്കുന്നത്. എല്ലാ പൂജാരിമാരും വെൽ സെറ്റിൽഡാണ്. നിങ്ങൾക്ക് അറിഞ്ഞുകൂടെങ്കിൽ നിങ്ങൾ ചുറ്റുപാടുമുള്ള പൂജാരിമാരുടെ വരുമാനവും അവരുടെ വീടും സെറ്റപ്പും ഒക്കെ ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല ബിസിനസ്സുള്ള അമ്പലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല പൈസ ഉണ്ടാക്കുന്ന പൂജാരിമാരെ കാണാം. അതിനർത്ഥം എന്താണ്? ദൈവം ഉണ്ടെന്നാണോ അതിനർത്ഥം? ഈ പൂജാരിമാർക്ക് നന്നായിട്ടറിയാം അവരെന്താണ് ചെയ്യുന്നതെന്ന്. അത് ഈ വിശ്വാസികൾ പൊട്ടന്മാർക്കത് മനസ്സിലാവില്ല. വിശ്വാസികളൊന്നുമല്ല, അത് ഈ മതവിശ്വാസി പൊട്ടന്മാർക്ക് മനസ്സിലാവില്ല. അവർ ചെന്ന് പൈസ കൊടുക്കും, അവരുടെ അത്യാഗ്രഹം, അവർക്ക് പല കാര്യങ്ങളും നടക്കുക അത്യാഗ്രഹം മൂലം അമ്പലത്തിൽ പോവും, പൂജ ചെയ്യും. അത് അത്യാഗ്രഹത്തിന് കൊടുക്കുന്ന കാശാണ്, അല്ലാതെ ദൈവത്തിന് കൊടുക്കുന്നത് നിങ്ങളുടെ നല്ലതിന് വേണ്ടിയും കൊടുക്കുന്നതല്ല. നിങ്ങളുടെ അത്യാഗ്രഹം, അതിനു വേണ്ടി നിങ്ങൾ മുടക്കുന്ന കാശാണ്. അത് പോണതിൽ എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല. 2, അത് മുതലെടുക്കാൻ വേണ്ടിയാണ് പൂജാരിമാരും ക്ഷേത്ര ട്രസ്റ്റും ഒക്കെ ഉള്ളത്, നിങ്ങളെപ്പോലുള്ളവരെ ഉപയോഗിക്കാൻ വേണ്ടി. മിക്കതും പിടിച്ചു പറിയാലാണ് നടക്കുന്നത്. ഉത്സവമൊക്കെ വരുമ്പം കാണാം, വീടുകളിൽ കയറി പിടിച്ചു പറിയാണ്. ഇത്ര രൂപ തരണം, ഇത്ര തന്നേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് പിടിച്ചു പറിയാണ് നടക്കണം. അതുപോലെ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് ചോദിച്ചു, അതുപോലെ ഈ മതം പഠിച്ചവർ നിങ്ങളുടെ മതത്തിൽ എന്താണ് പറയുന്നത്? മറ്റുള്ള മതക്കാരെ അംഗീകരിക്കാൻ നിങ്ങളെ മതം ഏതെങ്കിലും മതം പറയുന്നുണ്ട്? ഏതെങ്കിലും മതം വിശ്വസിക്കുന്നു? ഈ ഉള്ളതിൽ കുറച്ച് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. പള്ളിയിൽ പോയി തൊഴുവില്ലായിരിക്കാം, പള്ളിയിലൊന്നും പോകില്ലായിരിക്കാം, പക്ഷേ എല്ലാ ദൈവങ്ങളെയും ഒരുപോലെ കാണുന്ന ഒരുപാട് പേരുണ്ട്. അവരെ വേണമെങ്കിൽ പിന്നെ നമുക്ക് ഈ വിശ്വാസികളിൽ ഇൻക്ലൂഡ് ചെയ്യാം. ബാക്കിയുള്ളവരൊക്കെ മതഭ്രാന്ത് പിടിച്ച് അവരെ മതത്തിലാണ് ശരി, അവരെ മതമാണ് ശരി, അവരെ മതത്തിലെ ദൈവം മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്നവരാണ്. മറ്റുള്ള മതക്കാരെ വെറുക്കുന്നു എന്നാണ് അതിനുള്ള അർത്ഥം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കേരളം എന്ന് പറഞ്ഞാൽ ഗോഡ്സ് ഓൺ കൺട്രി അല്ല, ഗോഡ്സ് ഓൺ മാർക്കറ്റ് പ്ലേസാണ്. നല്ലപോലെ ബിസിനസ് നടത്തുന്ന നല്ലൊരു മാർക്കറ്റ് പ്ലേസാണ് കേരളം. കേരളത്തിനേക്കാളും പിന്നെ കേരളത്തിനുള്ള പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ സെക്യുലർ ബിസിനസ്സാണ്. എല്ലാ മതക്കാരും ഒരുപോലെ ബിസിനസ് ചെയ്യുന്നുണ്ട്. പക്ഷേ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഹിന്ദുക്കളാണ് ബിസിനസ്സിൽ ടോപ്പ് നിൽക്കുന്നത്. അതും കൊച്ചു കഴിവേറികളാണ് നോർത്ത് ഇന്ത്യയിലൊക്കെ കാശുണ്ടാക്കുന്നത്. അതിനെക്കുറിച്ച് വേറൊരു വീഡിയോയിൽ പറയാം. ഇവിടുത്തെ കുറച്ച് പേരെ ഉണ്ട്, അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അത് വേറൊരു വീഡിയോയിൽ പറയാം. അങ്ങനത്തെ ഒരു സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്നിട്ട് എന്തിനാണ് ഈ പ്രഹസനമൊക്കെ നിങ്ങൾ കാണിക്കുന്നത്? ഈ മനസ്സിലാവുന്നില്ല.
മതസൗഹാർദ്ദം. ഇവരുടെ എല്ലാ ഉള്ളിലൊരു മതത്തിൻ്റെ ഒരു വിഷം വച്ചിട്ടാണ് ഇവരൊക്കെ നിങ്ങളെ തോളിൽ കയറ്റി സംസാരിക്കുന്നത്. ഇപ്പം ഞാൻ പറയുന്നത് നിങ്ങൾക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ലായിരിക്കാം, പക്ഷെ ഞാൻ സത്യമാണ് പറയുന്നത്. എൻ്റെ ഉള്ളിലുള്ള കാര്യം ഞാൻ തുറന്നു പറയുന്നുണ്ട്. പക്ഷെ നിങ്ങളെ കൂടെയുള്ള സുഹൃത്തായാലും നാട്ടുകാരായാലും അവരുടെ ഉള്ളിൽ മതഭ്രാന്ത് വെച്ചിട്ട് ഉള്ളിൽ ചിലപ്പോൾ നിങ്ങളെ ഭയങ്കരമായിട്ട് വെറുക്കുന്നുണ്ടാവും, നിങ്ങളെ വിശ്വാസമായുണ്ട്. പക്ഷെ തോളി കയറ്റി സംസാരിക്കും. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു നോക്കണം, അപ്പോൾ അറിയാം. ഇവരെ എല്ലാ ഹിന്ദു കുടുംബത്തിലുള്ളവരും കേട്ടിട്ടുള്ള ഇതായിരിക്കും. ഈ ഗോട്ടി ഞാൻ വയ്ക്കുമായിരുന്നു പണ്ട്, ഇതുപോലത്തെ ഇത്രയുള്ള ഗോട്ടി താടി. ഈ താടി വയ്ക്കുമ്പം നാട്ടുകാർ, ബന്ധുക്കൾ, വീട്ടുകാരെല്ലാം പറയും മേത്തനെ പോലെ താടി വെച്ച് നടക്കുകയാണ് എന്നാണ്. ഇവരെന്തോ വൃത്തികളുമല്ലോ, മേത്തനെ പോലെ താടി വെച്ച് നടക്കാടാന്നും പറഞ്ഞ് എന്നെ പലതവണ കളിയാക്കിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു വാശിയിൽ ഞാൻ കുറേ കൊല്ലങ്ങളോളം ഗോട്ടി വെച്ച് നടന്നിട്ടുണ്ട്. അതുപോലെ എല്ലാ മതത്തിലുള്ളവരും പുറമേ മുസ്ലിം എൻ്റെ സുഹൃത്തുക്കളാണ്, ക്രിസ്ത്യൻ എൻ്റെ സുഹൃത്തുക്കളാണ്, ഹിന്ദു എൻ്റെ സുഹൃത്തുക്കളാണ് എന്ന് പറയുമെങ്കിലും അവരുടെ ഇടയിൽ വിവേചനങ്ങളുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഒരു BJP-ക്കാർ, എൻ്റെ ഒരു റിലേറ്റീവ് ഒന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ മുസ്ലിംസും ക്രിസ്ത്യൻസിനൊക്കെ ഓരോ സംഘടനകളുണ്ട്, അവരൊക്കെ ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കുന്നത്. നമ്മളെ ഹിന്ദുക്കൾ ഒറ്റക്കെട്ടായിട്ട് നിന്നില്ലെങ്കിൽ അവരൊക്കെ നമ്മളെ അടിച്ചമർത്തി കളയും. നമ്മളെ ഹിന്ദുക്കൾ ഇതുപോലെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. അത് അവരെ എതിർക്കാൻ വേണ്ടിയൊന്നുമല്ല, നമുക്കും ഒരു കമ്മ്യൂണിറ്റി വേണം എന്നൊക്കെ പറഞ്ഞ് ഒരു BJP-ക്കാരൻ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അവരെ ചിന്തയിൽ ഞാൻ തെറ്റു പറയാൻ പറ്റില്ല. കാരണം മുസ്ലിംസ് ഇപ്പോൾ ഒരു മതത്തിലുള്ളവർ മാത്രം നേരെയിട്ട് കാര്യമില്ല. നിങ്ങളിപ്പോൾ എല്ലാവരെയും സ്നേഹിച്ചിട്ട് കാര്യമില്ല. കാരണം ഒരു മുസ്ലിമോ ഒരു ക്രിസ്ത്യനോ വന്നിട്ട് നിങ്ങളെ മനുഷ്യനായിട്ട് കാണാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിലൊരു കാര്യമില്ല. ഞാനിപ്പോൾ ഒരു നിരീശ്വരവാദിയാണെന്ന് പറയുമ്പോൾ പല വിശ്വാസികളുടെയും നെറ്റിച്ചുളി. ഞാൻ അവരെ ഒന്ന് ഉപദേശിക്കാൻ പോയില്ലെങ്കിൽ അവരാദ്യം എൻ്റെ അടുത്ത് ഉപദേശിക്കും. ദൈവവിശ്വാസമൊക്കെ കുറച്ചാവണം. ഞാൻ അങ്ങോട്ടൊന്നും പറയാൻ പോയില്ലെങ്കിൽ ഇങ്ങോട്ട് ഇടിച്ചു കയറി പറയുന്നത്, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയും. അത് ദൈവവിശ്വാസം ഇല്ലാത്തതിൻ്റെ കുഴപ്പമാണ്. ഞാൻ എൻ്റെ ജീവിതത്തിലെ കുഴപ്പം എനിക്ക് നന്നാക്കാൻ അറിയാം. പിന്നെ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. പരുന്ത് വട്ടമിട്ട് കറങ്ങണമല്ലേ, കോവിലിൽ വട്ടമിട്ട് കറങ്ങണമുണ്ട്. ഈ കോവിലിൽ വട്ടമിട്ട് കറങ്ങണ നേരത്ത്, അല്ലെങ്കിൽ ഈ പള്ളിയിൽ ഇവിടെയൊക്കെ മുട്ടിട്ട് എഴയണ നേരത്ത് വീട്ടിലിരുന്ന് ആലോചിക്കണം, എന്താണ് എൻ്റെ പ്രശ്നം, എൻ്റെ പ്രശ്നത്തിന് എന്താണ് സൊല്യൂഷൻ. ആ സൊല്യൂഷൻ നിങ്ങൾ വർക്കൗട്ട് ചെയ്യും. അല്ലാതെ ഒരു കോവിലിൽ പോയി വട്ടം ചുറ്റി കറങ്ങിയിട്ട് ഒരു കാര്യമില്ല. അല്ലെങ്കിൽ ഒരു ജ്യോത്സ്യൻ്റെ അടുത്ത് പോയിട്ട് ഒരു കാര്യം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ജ്യോത്സ്യം അതിനേക്കാളും വലിയ വിഷമാണ്. ഒരു ഫ്രണ്ട് പറഞ്ഞപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചത്. എന്തോ കണ്ടകശനി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഒരാൾ പോയി ജ്യോത്സ്യനെ കണ്ടിട്ട് കണ്ടകശനിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അയാളുടെ അത്രയും കൊല്ലം നെഗറ്റീവായിട്ടേ കാണും. എന്ത് ചെയ്താലും നെഗറ്റീവാകുമ്പോൾ പറയും, എനിക്കത് കണ്ടകശനി ഉള്ളതുകൊണ്ടാണ്, കണ്ടകശനി കഴിഞ്ഞിട്ട് എനിക്കിനി നല്ല കാലം വരും എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ മാനസികമായിട്ട് തളർന്ന് നശിച്ചു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനത്തെ മൂഢവിശ്വാസങ്ങൾ ഫോളോ ചെയ്യാതിരിക്കുക, വിശ്വസിക്കാതിരിക്കുക, അതിൻ്റെ പുറകെ പോയി പൈസ കളയാതിരിക്കുക. നിങ്ങൾ ദൈവം എന്നുള്ളൊരു കൺസെപ്റ്റിൽ വിശ്വസിക്കുന്നതിന് തെറ്റായ കാര്യമൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ മതങ്ങളുണ്ടാക്കിയ ദൈവങ്ങളെ വിശ്വസിക്കരുത്. പലരും അവരുടെ ജീവിതമാർഗം മാത്രമാണ്. പൂജാരിമാരെയും ഫാദർമാരെയും ഉസ്താദുമാരെയൊക്കെ ജീവിത മാർഗമാണ് മതം. അതുപോലെ ഈ ഒരേ റോഡിൽ അടുത്തടുത്ത് അമ്പലങ്ങളും പള്ളികളും ഇരുന്നിട്ട് ഒരു കാര്യമില്ല. അവിടെയൊക്കെ പോയി എല്ലാ മതക്കാരും പ്രാർത്ഥിക്കാൻ പഠിക്കണം. അവിടെയാണ് മതസൗഹാർദ്ദം വരുന്നത്. അല്ലാതെ അടുത്തടുത്ത് കുറേ ബിൽഡിങ് കൊണ്ടുവച്ചതെന്ന് പറഞ്ഞ് മതസൗഹാർദ്ദം ആവില്ല. ഉള്ളിൽ വിഷം നിറച്ചായിരിക്കും പലരും അവിടെ ഇങ്ങോട്ടും നടക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ, ഇതിൽ ബിസിനസ് നടക്കുന്ന വേറൊരു കാര്യമുണ്ട്, ആറ്റുകാല്. ആറ്റുകാലമേ പറഞ്ഞാൽ പലർക്കും കൊള്ളും പൊള്ളും പലതും നടക്കും. പെണ്ണുങ്ങളുടെ ശബരിമല എന്ന് പറയുന്ന ആറ്റുകാൽ പോലെയാണ്. വർഷത്തിലൊരിക്കൽ പൊങ്കാലയെന്നും പറഞ്ഞ് വയ്ക്കും. ലക്ഷക്കണക്കിന് സ്ത്രീകൾ വരും, പുകയിടും, കത്തിക്കും, അമ്മയുടെ അനുഗ്രഹം കിട്ടിയെന്ന് പറയും, തിരിച്ച് വീട്ടിൽ പോവും. പണ്ട് പറയപ്പെടുന്നതാണ്. പണ്ട് കഥകൾ പറയും, പാലത്തിൻ്റെ അപ്പുറത്ത് ദേവി വരില്ല, പാലത്തിൻ്റെ ഇപ്പുറത്തെ ദേവി വരും. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പം എല്ലാവരും വീട്ടിന് മുമ്പിലൊക്കെ തന്നെയാണ് പൊങ്കാല ഇടുന്നത്. കാലം മാറുന്നതോടുകൂടി വിശ്വാസങ്ങൾ ഹൈടെക് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആഴിമല ഭയങ്കര ഹൈടെക് വിശ്വാസമാണ്. ഈ കോമഡി വന്നു. കാരണം ഒരു ചെറിയ ഹോളിൽ കൂടെ AC ഇങ്ങനെ വരെയാണ്.
റോക്കെല്ലാം നല്ല പൊക്കം കുറച്ച് എനിക്ക് ഇങ്ങനെ കുനിഞ്ഞ് പോകേണ്ടി വരും. അങ്ങനെയാണ് അതിൻ്റെ അകത്ത് പോകേണ്ടി വരണം എന്ന് പറഞ്ഞാൽ ആ ഒരു അറ്റ്മോസ്ഫിയർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഡിം ലൈറ്റ്, ചില രൂപങ്ങളൊന്നും കാണാൻ പറ്റൂല, ഇരുട്ട്, നല്ല മങ്ങിയ വെളിച്ചത്തിൽ ഒരു ചെറിയതിൽ. കാരണം അങ്ങനെയൊക്കെ കാണിക്കുമ്പം അതിനൊരു സ്പിരിച്വാലിറ്റി ഉണ്ടാവും. വ്യക്തമല്ലാതെ ഓരോന്ന് കാണിക്കുമ്പോൾ അതിനൊരു സ്പിരിച്വാലിറ്റി ഉണ്ടാവും. കലാകാരനൊരു കുതിരപ്പവും കൊടുക്കണം ആ കേവ് ടെമ്പിളിനകത്ത്. അത്രയും പ്രതിമ ഉണ്ടാക്കി വെച്ചേന്, നല്ല രീതിക്ക് പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കഴിവില്ലാത്ത ദൈവത്തിനെ പ്രാർത്ഥിച്ചിട്ട് എന്ത് സ്പിരിച്വൽ ഫീല്? ദൈവവിശ്വാസം തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ മതമെന്നുള്ള വിഷം അകറ്റി നിർത്തണം, അതാണ് ഞാൻ പറയുന്നത്. ഈ മതഭ്രാന്ത് ഞാൻ കുറേ പേരിലായിട്ട് കാണുന്നുണ്ട്. മതഭ്രാന്ത് ഒരുപാട് കണ്ടതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ഇടുന്നത്. കുറേ വർഷങ്ങളായിട്ട് ഞാൻ ഇത് കാണുന്നുണ്ട്. പിന്നൊരു കാര്യം, നിങ്ങൾക്ക് നല്ല ജീവിതം വേണമെങ്കിൽ നിങ്ങൾ അധ്വാനിക്കുക. നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണോ അതിനനുസരിച്ച് നിങ്ങൾ വർക്ക് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ കാര്യങ്ങൾ നടക്കൂ. അല്ലാതെ ആകാശത്ത് നിന്നോ കല്ലിൽ നിന്നോ ഒരു ശക്തി വന്ന് നിങ്ങളുടെ ജീവിതം നന്നാക്കി തരില്ല. അതിനുവേണ്ടി പണം ചിലവാക്കാതിരിക്കുക. മറ്റുള്ളവരെ മനുഷ്യന്മാരായിട്ട് കാണാൻ പഠിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിയോ. മനുഷ്യത്വവും വ്യക്തിബോധവും നിറഞ്ഞ യാത്രകളായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ ടാറ്റാ ബൈ.